നമസ്കാരം. കൈലാസ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഒരു മനുഷ്യ ജന്മത്തിൽ വളരെ അസുലഭമായി ലഭിക്കുന്ന ഒരു മുഹൂർത്തമാണ് കൈലാസ ദർശനം. അപ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് സഹായിക്കുന്ന കുറച്ച് ലളിതമായ ശ്വസന പരിപാടികളാണ് നമ്മളുടെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും, തുടക്കക്കാർക്കും പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇത് പരിശീലിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു പ്രാണവായുവിൻ്റെ സാന്നിധ്യം വളരെ എളുപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സാധാരണ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മൾ കൂടുതൽ ഓടുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ജോലികൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതലൊരു കിതപ്പോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളോ അനുഭവപ്പെടാറുള്ളൂ. പക്ഷേ ഒരു ടിബറ്റൻ ഭൂമിയിൽ ഏകദേശം 4800 അല്ലെങ്കിൽ 5800 മീറ്റർ ഉയരമുള്ള ഒരു ഭൂമിയിൽ നമുക്ക് ഓരോ ചുവടും വളരെ ഒരു ശ്വാസത്തിന് വേണ്ടി നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ശ്വസന വ്യായാമത്തിൻ്റെ ഗുണം നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ പരിക്രമണ പാതയിൽ ഏതാണ്ട് 5800 മീറ്ററോളം ഉയരത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു പ്രദേശങ്ങളിൽ നമുക്ക് ചെറിയ തലകറക്കം അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ, നമുക്കൊരു തലവേദന, ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഏകദേശം ഇപ്പം നമുക്ക് മെയ്യിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 1-2 മാസത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിശീലനം നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പരിശീലിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെത്ത് അവയർനെസ് വീഡിയോയാണ്. നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത്? അപ്പോൾ എല്ലാം നമുക്ക് തോന്നും ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംശയം തോന്നാം. പക്ഷേ തീർച്ചയായിട്ടും എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത് എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു രീതി കാണിച്ചു തരാം. ആദ്യം സ്വയം ഒന്ന് നോക്കുക നമ്മളെങ്ങനെയാണ് ശ്വാസം എടുക്കുന്നതെന്ന്. അതിനുശേഷം ഈ ഒരു രീതി ഈ രീതിയിലാണോ നിങ്ങൾ എടുക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ കൈ ഒന്ന് നമ്മൾ വയറിൻ്റെ, അതായത് നമ്മുടെ പുക്കിളിൻ്റെ ഭാഗത്തായിട്ടൊന്ന് വെക്കുക. നന്നായിട്ട് നിവർന്നിരിക്കുക. അപ്പോൾ ബ്രീത്തിങ് പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിവർന്നിരിക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഷോൾഡർ ഒരല്പം ബാക്കിലേക്കാക്കി, ചെസ്റ്റ് അല്പം ഫ്രണ്ടിലേക്കാക്കി, നട്ടെല്ല് നിവർത്തി നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നിലത്ത് വേണമെന്നൊന്നുമില്ല, നമുക്ക് കസേരയിലോ നമുക്ക് ഒരു സപ്പോർട്ട്, ബാക്കിലൊരു സപ്പോർട്ട് കൊടുത്ത് ഇരിക്കാം. പക്ഷെ നിവർന്നിരിക്കണം. ഇവിടെ നമ്മൾ കൈ ഒന്ന് നമ്മുടെ വയറിലേക്ക് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക, നന്നായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്വാസം വിടുമ്പോൾ വയറ് സാവധാനം ഉള്ളിലേക്ക്. ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മൂവ്മെൻറ്റ്, ഇതാണ് നമ്മുടെ ബ്രെത്ത് അവയർനെസ്സിൽ ആദ്യം വേണ്ടത്. അപ്പോൾ പലരും ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് ഉള്ളിലേക്കും ശ്വാസം വിടുമ്പോൾ വയറ് പുറത്തേക്കുമായിരിക്കും പോകുന്നത്. എന്നാൽ നമ്മളൊരു റിലാക്സിങ് മൂഡിൽ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത്. നമ്മളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകാനും നമ്മുടെ ഉള്ളിലേക്ക് പ്രാണവായുവിൻ്റെ സഞ്ചാരം കൂടാനും ഈ ഒരു ബ്രീത്തിങ്, ഇപ്പം ഞാൻ കാണിച്ചു തന്നതുപോലെ ഉള്ള ഒരു ഡീപ്പ് ബ്രീത്തിങ് വളരെ ആവശ്യമാണ്. ഇതിനെ അബ്ഡോമിനൽ ബ്രീതിങ് അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ബ്രീത്തിങ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ബ്രീത്തിങ് പരിശീലിക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് വഴി നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ഓക്സിജൻ ചെല്ലാനും ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് നമുക്കതിൻ്റെ ആ ഒരു കുറവിനെ നികത്താനും നമുക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പം എല്ലാവരും ഈ ശ്വാസം ഒന്ന് ശരിയാക്കിയെടുക്കുക. നമ്മുടെ അടുത്ത പരിശീലനത്തിന് അത് വളരെ ആവശ്യമാണ്. ഈ ഒരു രീതിയിൽ ഒന്ന്
ശ്വസിക്കാൻ പഠിക്കുക. ചിലപ്പോൾ ശരിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, ഇനിയും അല്ലാതെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു പ്രാക്ടീസ് കാണാം. നമസ്കാരം.